ഈ ഒരു അഭിനയത്തേക്കൊക്കെ വന്നതിന് ശേഷം എങ്ങനെയാണ് സുഹൃത്ത് വലയം മാറിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് ചൈൽഡ്ഹുഡ് എനിക്ക് ഒരുപാട് സുഹൃത്ത് വലയുള്ള ആളല്ല ഞാൻ. എനിക്ക് ചെറിയതിലേ മുതൽ 2 കൂട്ടുകാരികളാണ് ഫ്രം ചൈൽഡ്ഹുഡ്. സ്റ്റിൽ അവരെ 2 പേര് എൻ്റെ ശരത്തിൻ്റെ 2 ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു ദുബായിൽ. സ്റ്റിൽ വിത്ത് മീ, രേഖ ആൻഡ് സീന. മാസ്റ്റർ പ്ലാൻ. ഒരാൾ നമ്പൂതിരിയാണ്. അപ്പം നമ്പൂതിരിയെ കണ്ടുപിടിച്ചു ഞാൻ. 2 പേര് എൻ്റെ കൂടെ തന്നെ. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ വീട്ടമ്മയാണ്. 2 പേരും ദുബായ്. ഒരാൾ രേഖ, ഒരാൾ സീന. പിന്നെ 1 more ഫ്രണ്ട് രജിത പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിളേ ഉള്ളൂ. അതിൽ സന്ദർശിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ബട്ട് ഇൻറ്റിമേറ്റ് എന്ന് പറയാൻ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതേ സുഹൃത്തുക്കളെയാണ് എപ്പോഴും ഓക്കെ. എന്നാലും നല്ല സുഹൃത്തുക്കളെ, നല്ല ആൾക്കാരെ കാണുമ്പോൾ സൗഹൃദം വെക്കാറുണ്ട് ആരുമായിട്ട് ശത്രുതയില്ല എല്ലാവരുമായിട്ട്. ബട്ട് റെഗുലർ ടച്ചിൽ വെക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല. കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്. സോ മാക്സിമം അവരെയൊക്കെ റെഗുലറായിട്ട് കാണാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കും. കുട്ടികളും ഡാൻസ് പഠിക്കുന്നുണ്ടാവുമല്ലോ? ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് അതിൻ്റെ ഒരു വാല്യൂ ഒന്നും അറിയാറാവുന്നതേ ഉള്ളായിരിക്കും. ഞാനും അങ്ങനെയായിരുന്നു പറയുന്നു. ഇപ്പം പുറത്തൊക്കെ ചെല്ലുമ്പോൾ ആശീശ്വരത്തിൻ്റെ മോളല്ലേ ഡാൻസ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ട് അമ്മ ഷീ ആസ് മീ ഡാൻസ് ചെയ്യുമോ എന്ന്. സോ ഞാൻ ഡാൻസ് ചെയ്യൂലേ എന്ന് ചോദിക്കും. അങ്ങനെ ഡാൻസ് ചെയ്യും. വലിയ ഡാൻസേഴ്സ് എന്നല്ലെങ്കിലും പെർഫോംസ് ശരിയാതെ കളിക്കും. അങ്ങനെ ഒരു സീരിയലിൻ്റെ ഭാഗമാവുമ്പോഴാണോ അതോ സിനിമയുടെ ഭാഗം ആവുമ്പോഴാണോ കൂടുതൽ സന്തോഷം തോന്നുന്നത്? രണ്ടും അഭിനയമാണ്. അതിൽ സിനിമയെന്നോ സീരിയലെന്നോ വ്യത്യാസം ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് റീച്ച് ആവുന്നു, അല്ലെങ്കിൽ അത് വലിയ തെറ്റില്ല എന്ന് ആൾക്കാർ പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമുക്ക് തന്നെ പറഞ്ഞു തരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. പക്ഷേ സീരിയലിൽ കൂടെ അല്ലേ വളരെ പോപ്പുലറായിട്ട് എല്ലാവരുടെയും ഒരു സദസ്സുകളിൽ തീർച്ചയായിട്ടും സീരിയലിൽ കൂടെ തന്നെയാണ് പോപ്പുലറാണ്. അത് നോട്ട് ഈ കേരളത്തിൽ മാത്രമല്ല, എവിടെ പോയാലും TV ഇല്ലാത്ത വീടുകളില്ല, വീട്ടുകാരില്ല, അത് കാണാത്തവരില്ല. എല്ലാവരും പറയുന്ന ഒരു പേരാണ് കുങ്കുമപ്പൂല്ലേ പ്രൊഫസി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഏഞ്ചൽസിൻ്റെ കോസ്റ്റ്യൂം എടുക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്ന സമയത്ത് ഒരു ബസ് നിറച്ച ഷീമാട്ടി എന്ന ആൾക്കാർ വന്നു. ഷീമാട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ദേ സോ എക്സൈറ്റഡ്. കയ്യിൽ പിടിച്ച സ്നേഹം കൊണ്ടാണ്. കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ദൃശ്യത്തിലെ ജയന്തി ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനസ്സിൽ ദൃശ്യവുമുണ്ട്, ജയന്തി ടീച്ചർ. അപ്പോൾ ജയന്തി ടീച്ചറെ മറക്കാൻ അവർ തയ്യാറല്ല. സോ ഐ ലവ് ദാറ്റ്. അപ്പം രണ്ടിൻ്റെ രണ്ട് റീച്ചാണ്. സിനിമയ്ക്ക് വേറൊരു റീച്ചാണ്, സീരിയലിനൊരു റീച്ചാണ്. രണ്ടും അഭിനയമായിട്ടാണ്, ഒരു വ്യത്യാസമൊന്നും കാണുന്നില്ല. വാട്ട് വി ആർ ഡൂയിങ് അത് പെർഫെക്റ്റായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അത്രേ ഉള്ളൂ. ദൃശ്യത്തിൽ ഭരത് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലാലേട്ടൻ്റെ കൂടെയുള്ള 2ാമത്തെ ചിത്രമാണ്. ഞാൻ ആദ്യം അഭിനയിച്ച ലാലേട്ടൻ്റെ ഹീറോയിനായിട്ട് കർമ്മയോദ്ധ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്. അതിൽ പക്ഷേ ഭാര്യയായിരുന്നു. ഇതിൽ പേടിപ്പിക്കുന്ന പോലീസാണെന്ന് മാത്രം. ഭയങ്കര പേടിയായിരുന്നു അഭിനയിക്കുമ്പോഴും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഒക്കെ. മുഖത്ത് നോക്കി ചീത്ത പറയുക, കൈയൊക്കെ ചുരുട്ടി പിടിച്ചിരിക്കാൻ ചെല്ലുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പോലെ ഒരു മഹാനടനോടാണ് അദ്ദേഹം എനിക്ക് തന്ന അഡ്വൈസ്, ഡോണ്ട് തിങ്ക് ഞാൻ മോഹൻലാൽ എന്ന് വിചാരിക്കുക, ആശ എന്നല്ല, ഞാൻ ജോർജ് കുട്ടിയും ആശ ഗീതയുമാണെന്ന്, IPS ആണെന്ന് വിചാരിക്കുക. സോ ഹൗ യു വിൽ ബിഹേവ്, അത്രേ ഉള്ളൂ. അതിലപ്പുറം ഒന്നും ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ ധൈര്യം തന്നിട്ടാണ്. 100% ക്രെഡിറ്റ് ഗോസ് ടു ജിത്തു ജോസഫ് സർ. ബിക്കോസ് ഓഫ് ഹിം ഓൺലി ആ ഒരു ക്യാരക്ടർ റീച്ച് ആയത്. ലാലേട്ടൻ്റെയും സിദ്ദിഖയുടെയും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു വലിയ ഇൻസ്പിറേഷനാണ് സ്ത്രീകൾക്ക്. കാരണം ഈ ബാലൻസിങ് ആക്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന രീതിയിലൊക്കെ ഞാൻ ഐ റെസ്പെക്റ്റ് ഓൾ ദ വിമൻ. പക്ഷെ ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നൃത്തം, അഭിനയം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ട്, എല്ലാവർക്കും എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നല്ലോണം പഠിച്ച കുട്ടികളായിരിക്കും. പക്ഷെ വിവാഹം ചെയ്ത് ഒന്നും ചെയ്യാതെ വീട്ടിൽ മാത്രം ഇരിക്കുന്നതിനോട് സങ്കടമുണ്ട്. പക്ഷേ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ദിവസത്തിൽ 24 hours-ൽ 20 hours അവർക്ക് വേണ്ടി ചിലവാക്കിയിട്ട് ഒരു 4 hours അവരവർക്ക് വേണ്ടി ഫോർ അസ്, അല്ലെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ വി ഡിഡ് സംതിങ്, ഓക്കെ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലോ എന്നൊരു ഫീലിങ്ങോടുകൂടി വയസ്സാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊന്ന് ദീർഘശ്വാസം വിടണമെങ്കിൽ വി ഷുഡ് ഡു സംതിങ് ഫോർ അസ്. കുറച്ച് നേരമെങ്കിലും നമുക്ക് ഇത് എൻ്റെ അഭിപ്രായമല്ല, എപ്പോഴും ശരത് എന്നോട് പറയുന്ന കാര്യമാണ്. പല പ്രൊജക്ട്സ് വരുമ്പോഴും പല പെർഫോമൻസ് വരുമ്പോഴും ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഹി ഓൾവേസ് ടെൽസ് എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ അമ്മയായതുകൊണ്ട് ആഫ്റ്റർ 60-70 years നീ തിരിഞ്ഞു നോക്കിയിട്ട് ഞാനൊന്നും ആയില്ലല്ലോ എന്ന് മാനത്തേക്ക് നോക്കിയിരിക്കുന്നേക്കാളും ഐ ഡിഡ് സംതിങ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ എല്ലാ ഭർത്താക്കന്മാരും പറയണം. അങ്ങനെ എല്ലാ ഭർത്താക്കന്മാരും പറയണം. എല്ലാ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരും പറയണം എന്ന് വിചാരിച്ച് കരിയർ മൈൻഡായി പോകണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 20 hours ഫോർ ദ ഫാമിലി, 4 hours ഫോർ അസ്. അപ്പോൾ ഈ 4 hours കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മാസത്തിൽ 4 hours കാൽക്കുലേറ്റ് ചെയ്ത് ഇത് വേണ്ട, അത്രേ ഉള്ളൂ. നോക്കിയിട്ട്. So we'll end on that very beautiful message. Thank you so much. Thank you so much. Thank you.